വെടിമുഴക്കം നിലച്ചു. ഇനി ചർച്ചകളുടെ കാലം. പശ്ചിമേഷ്യയിൽ ആയുധം താഴെവെച്ച് ഇസ്രയേലും ലെബനനും. വൈറ്റ് ഹൗസിലെ സമാധാന വിരുന്നിൽ. ഇസ്രയേലും ലെബനനും തമ്മിൽ നിലവിലുള്ള വെടിനിർത്തൽ മെയ് 17 വരെ നീട്ടുവാൻ തീരുമാനമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച 10 ദിവസത്തെ വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിലൂടെ 3 ആഴ്ചത്തേക്ക് കൂടി കാലാവധി വർദ്ധിപ്പിച്ചത്. വൈറ്റ് ഹൗസിൽ ഇസ്രയേൽ, ലെബനൻ അംബാസഡർമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം. അടുത്ത 3 ആഴ്ചകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ലെബനൻ പ്രസിഡന്റ് ജോൺ ഔണിനെയും വൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുവാൻ താൻ കാത്തിരിക്കുകയാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. ചർച്ചകൾ വളരെ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത്. ലെബനന്റെ സുരക്ഷ ഉറപ്പാക്കുവാനും ഹിസ്ബുള്ളയിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും അമേരിക്ക കൂടെയുണ്ടാകും, ട്രംപ് വ്യക്തമാക്കി. വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഇറാനും അമേരിക്കയും ഇടയിൽ പാകിസ്ഥാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഈ സമാധാന ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും പശ്ചിമേഷ്യയിലെ ഈ സമാധാന നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും അതിർത്തിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെബനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഹിസ്ബുള്ളയുടെ മിസൈൽ ലോഞ്ചർ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. എന്നിരുന്നാലും മൊത്തത്തിലുള്ള സംഘർഷാവസ്ഥയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാനായി RJBC ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക്